ഈ വിഷയത്തിൽ, അർജുൻ്റെ വിഷയത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്നത് എൻ്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് ഈ ഒരു സമയം. കാരണം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കഞ്ഞി മീൻസ് എൻ്റെ വീട് പുലർന്നു പോയത് ഇവരെ കൊണ്ടാണ്. അപ്പോൾ മനാഫ, ഈ വണ്ടിയുടെ ഇൻഷുറൻസ് കുറച്ച് കിട്ടുമായിരിക്കും അല്ലേ? വണ്ടി ഇപ്പോൾ ടോട്ടൽ ലോസ് ആണ്. ആ വണ്ടി കാണുമ്പോൾ നമുക്കറിയാം ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ? അതറിയാം, ടോട്ടൽ ലോസ് ആയിരിക്കും എന്നുള്ളത് അറിയാം. അല്ല, ഇൻഷുറൻസ് നമ്മളതിൻ്റെ കാര്യത്തിലൊരു പ്രയാസമില്ലേനു. നമുക്ക് ഇപ്പോൾ വണ്ടി കാണണമെന്ന് ഒരു നിർബന്ധമില്ലാതെ തന്നെ ഇൻഷുർ കിട്ടും. വണ്ടി കളവ് പോയാലേ കിട്ടൂല ഇൻഷുറൻസിന് ഒരു പ്രശ്നമില്ലേനു. നമ്മൾ FIR ഇട്ടുപോയ കേസാണിത്. അപ്പോൾ ഈ FIR എങ്ങാനും ക്ലോസ് ചെയ്ത് പോയാൽ നമ്മളോട് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു FIR ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങാനും FIR ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ തെരച്ചിൽ തന്നെ നിന്നു പോകും. അപ്പം നമ്മൾ അതുകൊണ്ട് മാത്രമാണ് ഈ വണ്ടിൻ്റെ അടവൊക്കെ അടച്ച് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ FIR ക്ലോസ് ചെയ്യില്ല എന്നുള്ളത്. ഞാൻ കളക്ടറോട് തന്നെ പലവട്ടം പറഞ്ഞിരിക്കണം, FIR ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. വേണമെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ റെഡിയാക്കി തരാം, മനാഫിന് പുതിയ വണ്ടി കിട്ടാനുള്ള ഇൻഷുറൻസിൻ്റെ പണി നമ്മൾ ചെയ്തുതരാമെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്താൽ എനിക്ക് എൻ്റെ അർജുൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നാളി. എനിക്ക് അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പൈസ കിട്ടുക ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. കാരണം ഓൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓനെ ഇപ്പം മിസ്സിങ് ആയിട്ടേ അനൗൺസ് ചെയ്യുള്ളൂ. ഓനെ കിട്ടണം എന്നുണ്ടെങ്കിൽ 7 കൊല്ലത്തിന് ശേഷം ഓൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പോലും എനിക്ക് കഴിയുള്ളൂ. നാളെ അർജുൻ്റെ മോൻ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, മനാഫ നിങ്ങളെൻ്റെ അച്ഛനെ തരാൻ ഒന്നും ചെയ്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മറുപടി ഇല്ലാതാവരുത്. ആ പണി എടുത്ത് വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല.